കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു വാർത്ത, ആ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ TTR, അദ്ദേഹത്തെ ട്രെയിനിൽ നിന്നും യാത്രക്കാരൻ തള്ളിയിട്ടു. അതിദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. മാധ്യമങ്ങളോട് നമ്മൾ അറിഞ്ഞപ്പോൾ അദ്ദേഹം ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നു. TTR പരിശോധിച്ച് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ അവിടെ ഇരിക്കാനുള്ള ടിക്കറ്റ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം TTR പറഞ്ഞു 1000 രൂപ പെറ്റി അടയ്ക്കണം. അദ്ദേഹം പറഞ്ഞു എനിക്ക് പൈസ അടയ്ക്കുവാൻ എൻ്റെ കയ്യിലില്ല. അങ്ങനെ അവിടെ വാക്കുതർക്കം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ തള്ളി പുറത്തേക്കിടുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജോലി വളരെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. പ്രയാസങ്ങൾ നിറഞ്ഞൊരു ജോലിയാണ്. അപ്പം അദ്ദേഹത്തിന് ടിക്കറ്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പെറ്റിയടയ്ക്കാൻ പൈസ ഇല്ല എങ്കിൽ നിയമ നടപടികൾ എടുക്കാമായിരുന്നു. ഒന്നുകിൽ RPFനെ വിളിച്ച് അവരെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ചെന്നിട്ട് അദ്ദേഹത്തെ ഇറക്കി വിടാമായിരുന്നു. എന്നാൽ ഇതല്ല അവിടെ സംഭവിച്ചത്. അവിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടായി. ഇല്ലെങ്കിൽ ഒരിക്കലും ആ യാത്രക്കാരൻ അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയില്ലായിരുന്നു. അപ്പം അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കാരണം ഒരു വലിയ ജീവൻ നഷ്ടപ്പെട്ടു. എനിക്ക് പറയുവാനുള്ളത്, റെയിൽവേ ഉദ്യോഗസ്ഥർ പലപ്പോഴും യാത്രക്കാർക്ക് അനുകൂലമായ നിലപാടുകളല്ല പലപ്പോഴും അവർ സ്വീകരിക്കാറുള്ളത്. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നവരും ഒക്കെ അവരുടെ മുമ്പിൽപ്പെടും. പക്ഷെ അവരോടൊക്കെ വളരെ മര്യാദയില്ലാത്ത രീതിയിലാണ് അവരോടൊക്കെ ഇടപെടുന്നത്. സമൂഹ മധ്യത്തിൽ അവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ കണ്ണിന് കണ്ട കായംകുളത്തു നിന്നോ കരുനാഗപ്പള്ളിയിൽ നിന്നോ കയറിയ ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടിക്കറ്റില്ലായിരുന്നു. ഭയങ്കര തിരക്കുള്ളൊരു കമ്പാർട്ട്മെൻറ്റ്. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ വണ്ടി നിർത്തി TTR ഇദ്ദേഹത്തെ കോളർ പിടിച്ച് വലിച്ച് ജനത്തിൻ്റെ ഇടയിൽ കൂടെ വലിച്ച് അദ്ദേഹത്തെ താഴെ ഇറക്കുകയും അതിൻ്റെ കോളറിൽ പിടിച്ച് നിൽക്കുകയും അതിനെ ഷൗട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ട്. ടിക്കറ്റ് ഇല്ല എങ്കിൽ ഫൈൻ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ പെറ്റി കൊടുക്കുക, ഇതല്ലേ വേണ്ടത്. അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ച് സമൂഹത്തിൽ ആ വിദ്യാർത്ഥിയെ ആക്ഷേപിച്ചു. ഇതൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പാടില്ല. പോലീസുകാരുടെ ജോലിയൊന്നും TTRമാർക്ക് കൊടുത്തിട്ടില്ല. അവരവരുടെ ജോലി ചെയ്യട്ടെ. ടിക്കറ്റില്ലാതെ യാത്രക്കാർക്ക് അതിൻ്റേതായ രീതിയിൽ ഫൈൻ അടിക്കുകയോ പെറ്റി കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അതാണ് അവരുടെ ഉത്തരവാദിത്വം. പോലീസ് പെരുമാറുന്ന രീതി പിടിച്ചിറക്കുകയും അവരോട് മാന്യമില്ലാത്ത രീതി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും പാടില്ലാത്തതാണ്. യാത്രക്കാരോട് വളരെ മര്യാദയായിട്ട് ഒക്കെ
ഇടപെടുകയും സഹകരിക്കുകയൊക്കെയും വേണം. നമുക്കറിയാം, ചിലപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവരുടെ ചില്ലറയുണ്ട്, അവർ തരത്തില്ല. നമ്മൾ ചില്ലറ കൊടുക്കണം. ചില്ലറ കൊടുത്തില്ലെങ്കിൽ ടിക്കറ്റ് അവിടെ മാറ്റി വെക്കും. ചില്ലറ വരുന്നിടം വരെ നമ്മളവിടെ നിൽക്കും, മാറി നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളാണ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ജനങ്ങൾ യാത്രക്കാർക്ക് നേരിടുന്നത്. ഒരിക്കലും ഞാൻ വിജയവാഡയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്ര ഞാൻ ടിക്കറ്റ് റിസർവേഷൻ ചെയ്ത് ഞാൻ വന്ന് കയറിയപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ സാധിക്കുന്നില്ല. കയറി അന്യനാട് തൊഴിലാളികൾ ഇടിച്ച് കയറി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ സ്ഥലമില്ലാതെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുക. എൻ്റെ സീറ്റ് നോക്കിയപ്പോൾ അവിടെ എല്ലാം നിറച്ച് ബംഗാളികൾ നിറയെ ഇരിക്കുക. എനിക്ക് ആ സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനും അവരോട് പറയാനോ? ഞാനൊരു വിധം നേരം വെളുപ്പിച്ചു എന്ന് വേണം പറയാൻ. അവിടെ നിന്ന് ഒരു GTR അവിടെ നിന്ന് ഒരു പോലീസിനെയോ കണ്ടില്ല. ഈ കമ്പാർട്ട്മെൻറ്റ് നിറക്കി വിടാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഈ ടീച്ചർമാരൊന്നും ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറാത്തത്. നമ്മളത് മനസ്സിലാക്കി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാത്രക്കാരോട് മാന്യമായി ഉദ്യോഗസ്ഥർ പെരുമാറണം. ടിക്കറ്റ് ഇല്ല എങ്കിൽ അവർക്ക് പെറ്റി എഴുതി കൊടുക്കാം. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യം. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ, അതിന് തിരിച്ചിട്ടുന്നാണ് അല്ല നിസ്സാര കാര്യം. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ റെയിൽവേ നന്നാക്കാനൊക്കത്തില്ല, ഈ രാജ്യത്തെ നന്നാക്കാനൊക്കത്തില്ല. അപ്പോൾ അവിടെയൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ 1000 രൂപ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഉദ്യോഗസ്ഥനുണ്ടാവണം. അദ്ദേഹത്തെ അടുത്ത സ്റ്റൈലിൽ ഇറക്കി വിടണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. അവിടെ തർക്കത്തിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ആ തർക്കം കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ, നമ്മൾ മനസ്സിലാക്കും. കയറുന്ന യാത്രക്കാർ പല വിധത്തിലുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, നടന്നിട്ടില്ല. വടക്കേ ഇന്ത്യകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. GTRമാർ നേരെ ആക്രമണങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പൊതുവെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. പല സംഭവങ്ങൾ ഇത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ചില ഉദ്യോഗസ്ഥരുടെ ആ ഒരു മനോഭാവം വളരെ മോശമാണ്. യാത്രക്കാർ അവരോട് യാതൊരു ദാക്ഷിണ്യം കാണിക്കാറില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ, ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഏതോ വലിയ കുറ്റവാളികളെ പോലെയാണ് ഈ ഉദ്യോഗസ്ഥരെ കാണുന്നത്. അത് പാടില്ല. നമ്മുടെ ജോലി എന്താണ്? ടിക്കറ്റില്ലേ, ന്യായമായിട്ട് അവർക്ക് അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. അവരോട് ആവശ്യമില്ലാതെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഉദ്യോഗസ്ഥർ. നമ്മുടെ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ആ ചെയ്ത വ്യക്തിയോട് ഞാൻ ന്യായീകരിക്കുകയല്ല, അയാളെ സപ്പോർട്ട് ചെയ്യുകയല്ല. അദ്ദേഹം ചെയ്തത് കുറ്റകരമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് തുടർന്നുള്ള ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വണ്ടിയിൽ കയറുമ്പോൾ യാത്രക്കാരോട് മാന്യമായി പെരുമാറുക ചെയ്താൽ, മാന്യമായി പെരുമാറിയാൽ അവർക്ക് നല്ലതാണ്, യാത്രക്കാർക്ക് നല്ലതാണ്. ഇത് പറയുക ഒരു പൗരൻ്റെ അവകാശമാണ്. ആ പൗരന് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഇനിയും നമ്മുടെ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.